നിന്നെ ഉൾപ്പെടെ കുറച്ച് പേരെ മാത്രം ക്ലോസ് ചെയ്ത വാർഡിൽ ഇരുത്താനാണ് തീരുമാനം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കോവിഡിൻ്റെ ഒരു സിറ്റുവേഷൻ കാരണം ഒത്തിരി ഹോസ്പിറ്റലിൽ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒത്തിരി സ്റ്റാഫിന് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് പകുതി വാർഡുകളും അടയ്ക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവിൻ്റെ കരുണയും കൊണ്ട് ആ സമയത്തും ഞാൻ അവിടെ ഇരുന്നു. 2 മാസം സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ജോലിയും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ പോകുന്ന എല്ലാ വാർഡുകളും മാതാവ് അടപ്പിക്കുമായിരുന്നു. അപ്പം എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന്. ഞാൻ എല്ലാവരോടും പറഞ്ഞു മാതാവിന് ഉടമ്പടി എടുത്ത് മാതാവ് തന്ന കുഞ്ഞാണിതെന്ന് പറഞ്ഞു. ഞാനങ്ങനെ എല്ലാവരുടെ അടുത്തും മാതാവിൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ എൻ്റെ ഡെലിവറിയുടെ തലേ ദിവസം വരെ ഞാൻ പോകുന്ന എല്ലാ വാർഡും അടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ സെയിം ബാച്ചിലെ ആൾക്കാർ തന്നെയാണ് എല്ലാ വാർഡിലോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനം എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്ത് പ്രാർത്ഥനയാണ് ചൊല്ലുന്നത്, നിനക്ക് ജോലി ചെയ്യാണ്ടിരിക്കാൻ മാത്രം നിന്നെ ഇവിടെ കസേരയിൽ ഇരുത്താനായിട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹമാണ്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ ജോലി സ്ഥലത്ത് ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഇൻചാർജ്, സെക്കൻഡ് ഇൻചാർജ് എല്ലാവരും ഞങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. ഇതെല്ലാം മാതാവിൻ്റെ വലിയൊരു കരുണയും കൊണ്ടാണ്. ഞാൻ ഡെലിവറി കഴിഞ്ഞ് എൻ്റെ മറ്റേണിറ്റി ലീവും ആനുവൽ ലീവും തമ്മിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം സാധാരണ അങ്ങനെ ഗ്യാപ്പുള്ളപ്പം ആർക്കും അവിടെ മാറ്റി കൊടുക്കാറില്ല. പക്ഷേ അതും മാതാവ് എനിക്ക് ഒന്നിച്ചാക്കി തന്നു.